ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ കർഷക ID എടുക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടും കൂടാതെ കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവായ 2000 രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളുമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നത്. ഇതിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, കർഷക ID എടുത്തില്ലെങ്കിൽ പല ആളുകൾക്കും ഈ ഒരു കിസാൻ സമ്മാൻ നിധി മുടങ്ങുമോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്. നമ്മൾ കൃഷിക്കാരല്ലാത്ത ആളുകൾ പോലും, അല്ലെങ്കിൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങാത്ത ചെറിയ കർഷകരാണെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ ഈ ഒരു കർഷക ID എടുക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ ഒരു കർഷക ID ഉപയോഗിച്ചായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കൃഷി സംബന്ധമായിട്ടുള്ള സഹായങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗമായിട്ട് ലഭിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ കതിറാപ്പ് വഴിയൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുക. ഈ ഒരു പക്ഷേ ഭാവിയിൽ കർഷക IDയുമൊക്കെയായി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ആനുകൂല്യങ്ങൾ പ്രധാനമായിട്ടും ഇനി അങ്ങോട്ട് ലഭിക്കുക. അതുകൊണ്ട് കർഷക ID എല്ലാവരും തന്നെ എടുക്കണം. നിലവിൽ ഇപ്പോൾ ഈ ഒരു കർഷക ID എടുത്തില്ല എങ്കിൽ പോലും ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് മുടങ്ങത്തില്ല. ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഈ ഒരു പ്രാവശ്യത്തെ, അതായത് 20ാമത്തെ ഗഡുവായ തുക എത്തും. അതുകൂടാതെ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചു. ഇപ്പോൾ അതിൻ്റെ വിതരണത്തിന് വേണ്ടി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോമൺ സർവീസ് സെൻറ്ററിൽ കയറി കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ സൈറ്റ് ഒന്ന് പരിശോധിച്ചോളുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണുകളിൽ കിസാൻ സമ്മാൻ നിധിയുടെ സൈറ്റ് ഒന്ന് പരിശോധിച്ചോളുക. അതിൽ KYC ഡൺ എന്നാണ്, അല്ലെങ്കിൽ KYC എല്ലാം ക്ലിയർ ആണ് എന്ന് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന 15ാം തീയതിക്ക് തന്നെ ഈ ഒരു തുകയുടെ വിതരണം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഈ തുക ഈ മാസത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വിതരണം ചെയ്യുന്ന രീതിയായിരുന്നു. പക്ഷേ അതൊരു 10ാം തീയതിയോ അല്ലെങ്കിൽ 15ാം തീയതി വരെയൊക്കെ ആകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. മാത്രവുമല്ല, ഇതിൻ്റെ നടപടിക്രമങ്ങൾ, തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ പൂർത്തീകരിച്ചിരിക്കുന്ന അതിനുശേഷം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു തീയതി മാത്രം പറഞ്ഞാൽ മതിയാകും. അത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയായിരിക്കും പറയുക. അതിനുശേഷം പ്രധാനമന്ത്രി ഒറ്റത്തവണയായി ഈ ഒരു തുക നമ്മുടെ രാജ്യത്താകമാനമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ കേരളത്തിൽ ഏകദേശം 25 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ്. ഇനി അങ്ങോട്ടുള്ള വരുന്ന കാലത്ത് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിന് തുക വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ ഒരു തുക നിർത്തുമോ, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തുക നിർത്തുമോ എന്നുള്ളൊരു കാര്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സംഭവമില്ല. ഈ ഒരു പദ്ധതി വളരെ ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതി ആയതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് നിർത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയായാലും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവായ 2000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള